ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മൾ USCRT സ്റ്റാൻഡേർഡ് 9-ലെ ആറ്റത്തിന്റെ ഘടന എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. റൂദർഫോർഡിന്റെ ആറ്റം മാതൃക, അതിന്റെ പരിമിതികളൊക്കെയാണ് പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ന്യൂട്രോണിനെ കുറിച്ചാണ്. അപ്പോൾ ന്യൂട്രോണിന്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. പാർട്ട് 2 വീഡിയോ കാണുന്നതിന് മുൻപ് പാർട്ട് 1 കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വരാം കേട്ടോ. ന്യൂട്രോൺ ന്യൂക്ലിയസിന്റെ യഥാർത്ഥ മാസ് പ്രോട്ടോണുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ റൂദർഫോർഡ് കണക്ക് കൂട്ടിയതിനേക്കാൾ വളരെ കൂടുതലാണ് എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഓരോ ഡെവലപ്മെന്റ്സ് ഇങ്ങനെ പ്രോഗ്രസ് ഇങ്ങനെ നടന്നു വരികയാണ്. അപ്പൊ ന്യൂക്ലിയസിന്റെ യഥാർത്ഥ മാസ് പ്രോട്ടോണുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് റൂദർഫോർഡ് കണക്കാക്കിയത്. എന്നാൽ അവിടെ ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്ന് ജെയിംസ് ചാഡ്വിക്ക് മനസ്സിലാക്കുകയാണ്. ഈ വൈരുദ്ധ്യം പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കാനൊന്നും നമ്മുടെ ആർക്ക് സാധിച്ചില്ല, റൂദർഫോർഡിന് സാധിച്ചില്ല. പിന്നീട് 1932 ആയപ്പോഴേക്കും ജെയിംസ് ചാഡ്വിക്ക് ചില നിർവീര്യ കണങ്ങൾ കൂടി ന്യൂക്ലിയസിനകത്ത് ഉണ്ടെന്നും അവയ്ക്ക് ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് ആണെന്നും കണ്ടെത്തുകയാണ്. ചാർജ് ഇല്ലാത്തതിനാൽ ആ ഒരു കണത്തിനെ അദ്ദേഹം ന്യൂട്രോൺ എന്ന് പേര് നൽകി. അപ്പൊ ന്യൂട്രോണിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. 1932 ജെയിംസ് ചാഡ്വിക്ക് ചില നിർവീര്യ കണങ്ങൾ കൂടി ന്യൂക്ലിയസിനകത്ത് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് പിന്നെയും കണങ്ങളുണ്ട്. അപ്പൊ പ്രോട്ടോണിനെ കൂടാതെ വേറൊരു കണം കൂടി ഉണ്ട്. അതാണ് എന്ത്, ന്യൂട്രോൺ എന്ന കണ്ടെത്തലിലേക്ക് വരികയാണ്. ഈ ന്യൂട്രോണിന് ഏകദേശം ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് ആണ് എന്നുള്ള കണ്ടെത്തലിലേക്കും വന്നു. അപ്പൊ ചാർജ് ഇല്ലാത്തത് കൊണ്ട് ഈ കണത്തിന് ന്യൂട്രോൺ എന്ന പേര് ഇദ്ദേഹം നൽകി. അപ്പൊ ന്യൂട്രോൺ കണ്ടെത്തിയതും അതിന് പേര് നൽകിയതും ഒക്കെ ആരാണ്? ജെയിംസ് ചാഡ്വിക്ക്. അപ്പൊ പ്രോട്ടോണും ന്യൂട്രോണും കാണപ്പെടുന്ന ആറ്റത്തിലെ ഭാഗം ഏതാണ്? ആറ്റത്തിന്റെ കേന്ദ്രം അല്ലെങ്കിൽ ന്യൂക്ലിയസ് ആണ്, അല്ലെ? ക്ലിയർ ആയല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ. ഇനി നമുക്ക് നീൽസ് ബോറിന്റെ ആറ്റം മാതൃകയെ കുറിച്ചാണ് പഠിക്കാനായിട്ടുള്ളത്. നീൽസ് ബോറിന്റെ ആറ്റം മാതൃക. റൂദർഫോർഡിന്റെ ആറ്റം മാതൃകയുടെ പരിമിതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി എന്തായിരുന്നു റൂദർഫോർഡിന്റെ ആറ്റം മാതൃകയുടെ പരിമിതി എന്ന് പറയുന്നത്? അതായത് ഈ ന്യൂക്ലിയസിൽ സെന്ററിലുള്ള റൂദർഫോർഡിന്റെ മാതൃക അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും വലം വെക്കുന്ന ഇലക്ട്രോൺസ്, നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺസ് തുടർച്ചയായിട്ട് ഊർജ്ജം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അത് എവിടെ വന്ന് പതിക്കണം? ന്യൂക്ലിയസിൽ വന്ന് പതിക്കണം. പക്ഷെ അത് അപ്രകാരം സംഭവിക്കുന്നില്ല. അത് എന്തുകൊണ്ട് എന്ന ചോദ്യം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആർക്ക് സാധിച്ചില്ല? റൂദർഫോർഡിന് സാധിച്ചില്ല. അപ്പൊ അതാണ് റൂദർഫോർഡിന്റെ ആറ്റം മാതൃക തള്ളി പോകാനുള്ള കാരണം. ഓക്കെ, അതായത് ആറ്റത്തിന്റെ സ്ഥിരത വിശദീകരിക്കാനായിട്ട് റൂദർഫോർഡിന്റെ മാതൃകയ്ക്ക് സാധിച്ചില്ല. അപ്പൊ അതിനെ പിന്തള്ളിക്കൊണ്ട് നീൽസ് ബോറിന്റെ ആറ്റം മാതൃക വരികയാണ്. 1913 ഡാനിഷ് ശാസ്ത്രജ്ഞനായിട്ടുള്ള നീൽസ് ബോർ അവതരിപ്പിച്ച മാതൃകയാണ് ബോർ ആറ്റം മാതൃക. 1913 ഡാനിഷ് ശാസ്ത്രജ്ഞനായ നീൽസ് ബോർ അവതരിപ്പിച്ച മാതൃക. ഇനി അതാണ് നോക്കാനായിട്ട് പോകുന്നത്. ബോർ ആറ്റം മാതൃകയിലെ പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ആദ്യം പറയുന്നത്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ്. ശ്രദ്ധിക്കുക, ആറ്റം അല്ലെ, ഇത് ആറ്റത്തിന്റെ ന്യൂക്ലിയസ്. ന്യൂക്ലിയസിനുള്ളിൽ എന്തൊക്കെയുണ്ട്? ന്യൂട്രോണും ഉണ്ട്, പ്രോട്ടോണും ഉണ്ട്. ഇവിടെ ന്യൂട്രോണും ഉണ്ട്, പ്രോട്ടോണും ഉണ്ട്. അപ്പൊ ഈ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്ന നിശ്ചിത ഓർബിറ്റുകൾ ഉണ്ട്. ഇതാ ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്ന ഓർബിറ്റിലാണ് ഇത് എന്ന് സങ്കല്പിക്കുക. അപ്പൊ ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോൺ സഞ്ചരിക്കുന്നത്. ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിൽ ആണ്. ഓരോ ഓർബിറ്റലിലെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജമുണ്ട്. അതിനാൽ ഓർബിറ്റുകളെ ഊർജ നിലകൾ, എനർജി ലെവൽസ് എന്നും പറയുന്നുണ്ട്. ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജമുണ്ട്. അതുകൊണ്ട് ഓർബിറ്റലുകളെ ഊർജ നിലകൾ അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണിന്റെ ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതിനാൽ ഓർബിറ്റുകൾ സ്ഥിരോർജ നിലകൾ എന്നും അറിയപ്പെടുന്നു. സ്ഥിരോർജ നിലകൾ എന്ന് അറിയപ്പെടാനുള്ള കാരണം, ഒരു നിശ്ചിത ഓർബിറ്റലിൽ ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം അതിന്റെ ഊർജം കൂടുകയും ചെയ്യില്ല, കുറയുകയും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഓർബിറ്റുകൾ സ്ഥിരോർജ നിലകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജവും കൂടുന്നുണ്ട്. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതിനനുസരിച്ച് ഓർബിറ്റുകളുടെ ഊർജം കൂടുന്നു. ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജം കുറഞ്ഞ ഓർബിറ്റലിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജം പുറത്തേക്ക് വിടുന്നു. ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്ന് ഊർജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജം പുറത്തേക്ക് വിടുന്നു. മനസ്സിലായോ? പറഞ്ഞാൽ എന്താണ്?
ഇതൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. നോക്കിയേ, ഇവിടെ ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിൽ ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ട്. ഇവിടെ പുറത്ത് ഓരോ ഓർബിറ്റുകൾ കാണിച്ചിട്ടുണ്ട്, അതിനുള്ളിൽ ഇലക്ട്രോണുകളുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞ പോയിന്റ്, ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റലുകളുടെ ഊർജ്ജവും കൂടും, ഓർബിറ്റുകളുടെ ഊർജ്ജം കൂടും. അപ്പൊ ഇവിടെ കെ ഷെല്ലിനാണോ അല്ലെങ്കിൽ ഇവിടെ ഓ ഷെല്ലിനാണോ, ഇതിൽ ഏത് ഷെല്ലിനായിരിക്കും ഊർജ്ജം കൂടുതൽ ഉണ്ടാവുക? ഓയ്ക്കായിരിക്കും അല്ലെ. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജ്ജം കൂടുന്നുണ്ട്. ഇനി ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്ന് ഊർജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജം പുറത്തേക്ക് വിടുന്നു. അതായത് ഈ ലാസ്റ്റ് ഓർബിറ്റിൽ നിന്നുള്ള അല്ലെങ്കിൽ ഈ ലാസ്റ്റ് ഷെല്ലിൽ നിന്ന് ഇങ്ങോട്ട് വരണം, ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഊർജം റിലീസ് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റുള്ളൂ. ഇനി ഊർജം കുറഞ്ഞ ഓർബിറ്റുകളിൽ നിന്നും ഊർജം കൂടിയ ഓർബിറ്റുകളിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജം ആഗിരണവും ചെയ്യുന്നു. ഇപ്പൊ ഇവിടെ ഈ ഉള്ളിലിരിക്കുന്ന ഒരു ഷെല്ലിൽ നിന്ന് പുറത്തേക്കാണ് ഇലക്ട്രോണിന് വരണമെങ്കിൽ അവരെന്താ ചെയ്യേണ്ടത്? ഊർജം ആഗിരണം ചെയ്തിട്ട് വേണം പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒന്ന് മനസ്സിലാക്കാം. പിന്നെ ഓർബിറ്റലുകൾക്ക് 1, 2, 3, 4, 5 എന്നിങ്ങനെ സംഖ്യകൾ നൽകി നമുക്ക് സൂചിപ്പിക്കാനായിട്ട് പറ്റും. അപ്പൊ നീൽസ് ബോറിന്റെ ഇത്രയും പോയിന്റ്സ് ഒന്ന് ഓർത്തു വെച്ചേക്കാം. ഒന്നുകൂടി നമുക്കൊന്ന് പറഞ്ഞിട്ട് പോവാം. നീൽസ് ബോറിന്റെ ആറ്റം മാതൃകയിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ: ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ്. ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അതുകൊണ്ട് ഓർബിറ്റുകളെ ഊർജ നിലകൾ അല്ലെങ്കിൽ എനർജി ലെവൽസ് എന്ന് പറയുന്നുണ്ട്. ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണിന്റെ ഊർജ്ജം കൂടുകയില്ല, കുറയുകയില്ല. അതുകൊണ്ട് തന്നെ ഓർബിറ്റലുകളെ സ്ഥിരോർജ നിലകൾ എന്ന് അറിയപ്പെടുന്നു. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജ്ജം കൂടുന്നു. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്നതനുസരിച്ച് ഓർബിറ്റുകളുടെ ഊർജ്ജം കൂടുന്നു. ഊർജ്ജം കൂടിയ ഓർബിറ്റിൽ നിന്ന് ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജ്ജം പുറത്തേക്ക് വിടുകയാണ് ചെയ്യുന്നത്, ഊർജ്ജം റിലീസ് ചെയ്യുന്നു. ഇനി ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിൽ നിന്ന് ഊർജ്ജം കൂടിയ ഓർബിറ്റലിലേക്ക് പോവുകയാണെങ്കിൽ, ഇലക്ട്രോൺ അങ്ങനെ മാറുകയാണെങ്കിൽ അവിടെ ഊർജ്ജം ആഗിരണം ചെയ്താൽ മാത്രമേ ഇലക്ട്രോൺ അങ്ങനെ മാറാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഓർബിറ്റുകളെ നമുക്ക് എന്ത് ചെയ്യാം? ഓർബിറ്റുകളെ 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ് നമുക്ക് നമ്പേഴ്സ് കൊടുത്ത് സൂചിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തത്, ഊർജ നിലകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഷെല്ലുകൾ എന്നും വിളിക്കാം. ഊർജ നിലകളെ ഷെല്ലുകൾ എന്നും വിളിക്കാം. 1, 2, 3, 4 ഊർജ നിലകളെ യഥാക്രമം നമുക്ക് KLMN എന്നിങ്ങനെ ഷെല്ലുകളായിട്ടും പറയാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഊർജ നിലകളെ നമുക്ക് ഷെല്ലുകൾ എന്ന് പറയാം. 1, 2, 3, 4 എന്നോ അല്ലെങ്കിൽ KLMN എന്നോ ഒക്കെ നമുക്ക് പേരിട്ട് തന്നെ വിളിക്കാം. ഇനി സബ് ആറ്റോമിക കണങ്ങളായിട്ടുള്ള ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവയുടെ സവിശേഷതകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഭാഗം നമുക്കൊന്ന് നോക്കാം. പ്രോട്ടോൺ ആറ്റത്തിലെ സ്ഥാനം എവിടെയാണ്? പ്രോട്ടോണിന് ആറ്റത്തിലെ സ്ഥാനം എവിടെയാണ്? പറയൂ. ഓക്കെ, പ്രോട്ടോണിന് ആറ്റത്തിലെ സ്ഥാനം എവിടെയാണ്? ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് അല്ലെ? ന്യൂക്ലിയസിന്റെ ഉള്ളിൽ. ഓക്കെ, ന്യൂക്ലിയസ്. ഇലക്ട്രോണിനാണെങ്കിലോ? ഇലക്ട്രോണിന് എവിടെയാണ്? ഷെല്ലുകളിലാണ് അല്ലെ? ഷെല്ല്. ഇനി ന്യൂക്ലിയസിനുള്ളിലുള്ള പ്രോട്ടോണിന് കൂടാതെ വേറൊരു സംഭവം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. ആരാ കണ്ടുപിടിച്ചത്? ജെയിംസ് ചാഡ്വിക് കണ്ടുപിടിച്ചു. അതെന്ത് സാധനം? ന്യൂട്രോൺ. ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടിയേ. ഇനി പ്രോട്ടോണിന്റെ ചാർജ് എന്ത് ചാർജാണ്? പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ചാർജ്, ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ് ചാർജ്. ഇലക്ട്രോണിന്റെ ചാർജ് നെഗറ്റീവ്. ന്യൂട്രോൺ ആണെങ്കിൽ എന്താണ്? ചാർജ് ഇല്ല, നോ ചാർജ്. ഓക്കെ, ഇനി പ്രോട്ടോണിന്റെ മാസ് 1.00727 U. ഇനി ഇലക്ട്രോണിന്റെ ചാർജ് ആണെങ്കിലോ 0.0000548 U. പ്രായോഗിക ആവശ്യങ്ങൾക്ക് വരെ നമ്മൾ 0 ആയിട്ടാണ് പരിഗണിക്കുന്നു. ഇനി ന്യൂട്രോൺ ആണെങ്കിലോ 1.00866 U. ഓക്കെ, അപ്പൊ ഈ U എന്ന് സൂചിപ്പിക്കുന്നത് എന്താണ്? നോക്കിയേ, യൂണിഫൈഡ് ആറ്റോമിക മാസ് യൂണിറ്റ്. ആറ്റങ്ങളുടെ മാസ് പ്രസ്താവിക്കുന്ന യൂണിറ്റ് ആണ് യൂണിഫൈഡ് ആറ്റോമിക മാസ്. അതിനെയാണ് U എന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ പ്രായോഗിക ആവശ്യങ്ങൾക്ക് നമ്മൾ ന്യൂട്രോണിന്റെ ചാർജ് ആണെങ്കിലും പ്രോട്ടോണിന്റെ ചാർജ് ആണെങ്കിലും 1 U എന്നാണ് എടുക്കാറ്. ഇലക്ട്രോൺ ആണെങ്കിൽ 0 ആയിട്ടുമാണ് പരിഗണിക്കുന്നത്. ആറ്റങ്ങളുടെ മാസ് പ്രസ്താവിക്കുന്ന യൂണിറ്റ് താഴെ തന്നിരിക്കുന്നവയിൽ ഏത്? യൂണിഫൈഡ് ആറ്റോമിക മാസ്. മനസ്സിലാക്കി വെക്കാം. ഒരു ഇലക്ട്രോണിന്റെ മാസ്
പ്രോട്ടോണിന്റെ മാസിന്റെ 1/1837 ഭാഗമാണ്. വിവിധ ആറ്റം മാതൃകകൾ നമ്മൾ പരിചയപ്പെട്ടു. അപ്പൊ രസതന്ത്രത്തിലെ പല ആശയങ്ങളും ലളിതവൽക്കരിക്കുന്നതിന് ഈ ആറ്റം മാതൃകകൾ സഹായിച്ചു. പിന്നീടും ധാരാളം ആറ്റം മാതൃകകൾ ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വെച്ചു. ഓക്കെ, അപ്പോ ഇനി കുറച്ച് പ്രസ്താവനകൾ നമുക്കിവിടെ തന്നിരിക്കുകയാണ്. ജെ ജെ തോംസണുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെ? ജെ തോംസണുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ജെ തോംസണുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെ? ഓർബിറ്റ് എന്ന ആശയം മുന്നോട്ട് വെച്ചു. ഓർബിറ്റ് എന്ന് പറയുന്ന ഒരാശയം മുന്നോട്ട് വെച്ചു. ശരിയാണോ തെറ്റാണോ? അടുത്തത്, ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയോ? അടുത്തത്, ന്യൂട്രോണിനെ കണ്ടെത്തി, ഇലക്ട്രോണിനെ കണ്ടെത്തി, പ്ലം പുഡിംഗ് മാതൃക മുന്നോട്ട് വെച്ചു. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ആയിട്ട് തരികയാണ്. ജെ തോംസണുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് പറയണം. ഓക്കെ, ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെ? 5 എണ്ണം ഉണ്ട്. ഇത്രയും നേരം നമ്മൾ പഠിച്ചതും കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോ കണ്ടതിന് ശേഷം ഇങ്ങോട്ട് വന്നാൽ മാത്രമേ ഈ ക്വസ്റ്റിന്റെ ആൻസർ പറയാനായിട്ട് പറ്റുള്ളൂ. ജെ തോംസൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണ് പഠിച്ചത്. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് ഈ ഒരു ആൻസർ നമ്മൾ പറയും. ഓക്കെ, ഇനി അടുത്തത്, ആറ്റോമിക നമ്പറും മാസ് നമ്പറും. ഒരാറ്റത്തെ സംബന്ധിച്ച് പ്രോട്ടോണിന്റെ എണ്ണം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഒരാറ്റം ഏത് മൂലകത്തിൻ്റെതാണ് എന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഒരാറ്റം ഏത് മൂലകത്തിൻ്റെതാണ് എന്ന് തീരുമാനിക്കുന്നത് അതിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ ആറ്റോമിക നമ്പർ എന്ന് പറയുന്നു. ഈ ആറ്റോമിക നമ്പറിനെ നമ്മൾ സെറ്റ് എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടാണ് സൂചിപ്പിക്കുന്നത്. നോക്കിയേ, ഒരു ആറ്റത്തിലുള്ള പ്രോട്ടോണുകളുടെ എണ്ണം തന്നെയാണ് എന്ത്? ഇലക്ട്രോണുകളുടെ എണ്ണം. പ്രോട്ടോണുകളുടെ എണ്ണം ഈക്വൽ ടു ഇലക്ട്രോണുകളുടെ എണ്ണം ഈക്വൽ ടു ആറ്റോമിക നമ്പർ. മനസ്സിലായല്ലോ? ഇനി ആ ആറ്റോമിക നമ്പറിനെ സെഡ് എന്ന അക്ഷരം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. സെഡ്. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, മൗലിക കണങ്ങൾ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് വരാം. ഒരു ആറ്റത്തെ വിഭജിക്കാമെന്നും അതിൽ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ എന്നീ കണങ്ങൾ ഉണ്ടാകുമെന്നും നമ്മൾ മനസ്സിലാക്കി. ഈ പ്രോട്ടോണിനെയും ഇലക്ട്രോണിനെയും ന്യൂട്രോണിനെയും വീണ്ടും വിഭജിക്കാനായിട്ട് പറ്റുമോ? ഇലക്ട്രോണുകളെ വീണ്ടും വിഭജിക്കാൻ കഴിയാത്തതിനാൽ അത് ഒരു മൗലിക കണമാണ്. ഒന്ന് നോക്കണേ, ഇലക്ട്രോണുകളെ വീണ്ടും വിഭജിക്കാൻ കഴിയാത്തതിനാൽ അത് ഒരു മൗലിക കണമാണ്. എന്നാൽ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഉണ്ടാകുന്നത് 3 വീതം ക്വാർക്കുകൾ കൂടി ചേർന്നാണ്. അതിനാൽ ഇവയെ മൗലിക കണമായി പരിഗണിക്കാനായി സാധിക്കില്ല. മൗലിക കണങ്ങൾ, ഒരാറ്റത്തിലെ മൗലിക കണങ്ങൾ എന്ന് ചോദിച്ചാൽ ശാസ്ത്രീയമായി നമുക്ക് പറയാവുന്നത് ഇലക്ട്രോൺ മാത്രമാണെന്നാണ്. ഇലക്ട്രോണുകളെ വീണ്ടും വിഭജിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ആറ്റത്തിലെ മൗലിക കണം ഇലക്ട്രോൺ ആണ് എന്ന് നമുക്ക് പറയാം. പ്രോട്ടോണിനെയും ന്യൂട്രോണിനെയും നമുക്ക് മൗലിക കണമായി പരിഗണിക്കാനായിട്ട് സാധിക്കില്ല. കാരണം പ്രോട്ടോൺ ആണെങ്കിലും ന്യൂട്രോൺ ആണെങ്കിലും 3 വീതം ക്വാർക്കുകൾ കൂടി ചേർന്നാണ് ഫോം ചെയ്യുന്നത്. അതിനാൽ അവയെ മൗലിക കണമായി പരിഗണിക്കാനായിട്ട് സാധിക്കില്ല. ഓക്കെ അല്ലേ? ഓക്കെ, ഇപ്പൊ പ്രോട്ടോണും ന്യൂട്രോണും നിർമ്മിച്ചിരിക്കുന്ന കണികകളാണ് ക്വാർക്കുകൾ എന്ന് പറയുന്നത്. 3 വീതം ക്വാർക്കുകളാണ് പ്രോട്ടോണിലും ന്യൂട്രോണിലും ഉള്ളത്. അപ്പ് ക്വാർക്ക്, ഡൗൺ ക്വാർക്ക് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് PYQ ആയിട്ട് വന്നിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ അത് ഒന്ന് നിങ്ങൾ നോട്ടിന്റെ എക്സ്ട്രാ ഒരു പേജിലേക്ക് എഴുതി വെക്കാം. നോക്കിയോ, നമ്മൾ പറഞ്ഞു പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നിർമ്മിച്ചിരിക്കുന്ന കണികകളെയാണ് ക്വാർക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒരു പ്രോട്ടോൺ നിർമ്മിച്ചിരിക്കുന്നത് 2 NCERT ഫാക്റ്റ് ആണ്. 2 അപ്പ് ക്വാർക്കും പിന്നെ പ്ലസ് 2 അപ്പ് ക്വാർക്ക് പ്ലസ് ഒരു ഡൗൺ ക്വാർക്ക്. ആദ്യം ഇത് മനസ്സിലാക്കുക, എന്നിട്ട് എന്താന്ന് പറയാം. ഡൗൺ ക്വാർക്കും ചേർന്നിട്ടാണ് പ്രോട്ടോൺ നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ ഇതാ നോക്കിയേ, 2 അപ്പ് ക്വാർക്കും ഒരു ഡൗൺ ക്വാർക്കും ആണ് ഉള്ളതെന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് ന്യൂട്രോണിന്റെ കേസിൽ ഇത് PYQ ആയിട്ട് വന്നിട്ടുള്ളതാണ്. സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ന്യൂട്രോൺ എന്ന് പറയുന്നത് ഒരു അപ്പ് ക്വാർക്കും പ്ലസ്
ഒരു അപ്പ് ക്വാർക്കും പ്ലസ് 2 ഡൗൺ ക്വാർക്കും. ഓക്കെ, ഇങ്ങനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി പറയാം. പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവ നിർമ്മിച്ചിരിക്കുന്ന കണികകളെയാണ് ക്വാർക്കുകൾ എന്ന് പറയുന്നത്. ഈ ക്വാർക്കുകൾ തന്നെ അപ്പ് ക്വാർക്കും ഉണ്ട്, ഡൗൺ ക്വാർക്കും ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്കറിയുന്ന ഒരു കാര്യം, പ്രോട്ടോണിന്റെ ചാർജ് എന്താണ്? പോസിറ്റീവ് ആണ്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. ന്യൂട്രോണിന്റെ ചാർജ് ആണെങ്കിലോ ന്യൂട്രോണിന് ചാർജ് ഇല്ല. അപ്പൊ മനസ്സിലാക്കാം, 2 അപ്പ് ക്വാർക്ക് എന്ന് പറയുമ്പോൾ അപ്പ് ക്വാർക്കിന്റെ ചാർജ് എന്ന് പറയുന്നത്, അപ്പ് ക്വാർക്ക് ആണെങ്കിൽ അതിന്റെ ചാർജ് 2/3 ആണ്. 2/3 ഇലക്ട്രോൺ. ഓക്കെ, ഇനി അടുത്തത് ഡൗൺ ക്വാർക്കിന്റെ ആണെങ്കിൽ, ഡൗൺ ക്വാർക്കിന്റെ ചാർജ് ആണെങ്കിൽ മൈനസ് 1/3 ആണ് കേട്ടോ. -1/3 ഇലക്ട്രോൺ. ഈ രീതിയിലാണ്. അപ്പൊ പ്രോട്ടോണിനകത്ത് 2 അപ്പ് ക്വാർക്കും ഒരു ഡൗൺ ക്വാർക്കും ആണ് വരുന്നതെങ്കിൽ 2/3 + 2/3. മനസ്സിലാവുന്നുണ്ടല്ലോ നമുക്ക്? പ്രോട്ടോണിന്റെ കേസിൽ 2 അപ്പ് ക്വാർക്കാണ്. അപ്പോൾ 2 × 2/3 അല്ലെങ്കിൽ 2/3 + 2/3 നമുക്ക് ചെയ്യാം. 2/3 പ്ലസ്, ടൈപ്പ് ചെയ്യാനുള്ള ഒരു പ്രയാസം കൊണ്ടാണ് ടൈം ലാഗ് വരുന്നത്. ഓക്കെ, അപ്പൊ 2/3 + 2/3. പിന്നെ എന്താ പ്ലസ് ചെയ്യാനുള്ളത്? ഡൗൺ ക്വാർക്ക്. ഒരു ഡൗൺ ക്വാർക്കിന്റെ വാല്യൂ -1/3 ആന്ന് പറഞ്ഞേ. അപ്പോൾ -1/3 നോക്കിയേ, ഇത്രയും കാര്യങ്ങൾ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും വാല്യൂ? 2/3 + 2/3 എന്ന് പറയുമ്പോൾ 4/3 വരും. 4/3 - 1/3 എന്ന് പറയുമ്പോൾ 3/3 വരും. അതിന്റെ വാല്യൂ 1 ആണ്. കിട്ടിയല്ലോ. പ്രോട്ടോണിന്റെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ചാർജ് ആണ് അല്ലെ? +1 ആണ്. അപ്പൊ പ്രോട്ടോണിന്റെ കേസ് നമുക്ക് ക്ലിയർ ആയി. ഓക്കെ അല്ലേ? പ്രോട്ടോണിന്റെ കേസാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ പ്രോട്ടോൺ എന്ന് പറയുന്നത് 2 അപ്പ് ക്വാർക്കും ഒരു ഡൗൺ ക്വാർക്കും ചേർന്ന് ഫോം ചെയ്തിട്ടുള്ളതാണ്. ഒരു അപ്പ് ക്വാർക്കിന്റെ ചാർജ് 2/3 ആണ്. അപ്പൊ 2 അപ്പ് ക്വാർക്ക് ആവുമ്പോൾ 2/3 + 2/3. പിന്നെ എന്താ ഉള്ളത്? പ്ലസ് ഒരു 1 ഡൗൺ ക്വാർക്കും. ഡൗൺ ക്വാർക്കിന്റെ വാല്യൂ -1/3 ആണ്. അപ്പൊ -1/3. ഇത് ഇത്രയും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോട്ടോണിന്റെ ചാർജ് +1 കിട്ടും. ഓക്കെ ആണേ? ഇനി അങ്ങനെയാണെങ്കിൽ ന്യൂട്രോണിന്റെ നമുക്ക് എഴുതി നോക്കാലോ. ന്യൂട്രോണിന്റെ ഒരു അപ്പ് ക്വാർക്കാണ്. അപ്പ് ക്വാർക്കിന്റെ വാല്യൂ 2/3 ആണ്. 2/3. പിന്നെ പ്ലസ് 2 ഡൗൺ ക്വാർക്കാണ്. 2 ഡൗൺ ക്വാർക്ക് എന്ന് പറയുമ്പോൾ നോക്കാം, -1/3 പ്ലസ് വീണ്ടും ഒരു -1/3 അല്ലെ? വീണ്ടും ഒരു -1/3. ഓക്കെ, ഇങ്ങനെ വരുവേ. അപ്പോ -1/3 -1/3 അപ്പൊ എത്രയായി? -2/3 ആയി. 2/3 - 2/3 എന്ന് പറയുമ്പോൾ 0 ആയി. ക്ലിയർ അല്ലേ? അപ്പോൾ ന്യൂട്രോണിന്റെ ചാർജ് 0 ആണ് അല്ലെ? ചാർജ് ഇല്ല എന്ന് നമുക്കറിയാം അല്ലെ? ന്യൂട്രോണിന്റെ കേസാണ് ഈ എഴുതിയിരിക്കുന്നത്. അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് മുൻപ് PSC ചോദിച്ച ചോദ്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ബുദ്ധിമുട്ടി എഴുതി കാണിച്ചത്. മനസ്സിലാക്കുക, പ്രോട്ടോൺ എന്ന് പറയുന്നത് 2 അപ്പ് ക്വാർക്കും ഒരു ഡൗൺ ക്വാർക്കും ചേർന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ന്യൂട്രോൺ ആണെങ്കിൽ ഒരു അപ്പ് ക്വാർക്കും 2 ഡൗൺ ക്വാർക്കും ചേർന്നാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പ് ക്വാർക്കിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, 2/3 ആണ്. പോസിറ്റീവ് അത് +2/3 ആണ്. ഡൗൺ ക്വാർക്ക് ആണെങ്കിൽ -1/3 ആണ്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിലോട്ട് ഈ ഒരു അപ്പ് ക്വാർക്കിന്റെയും ഡൗൺ ക്വാർക്കിന്റെയും വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് പ്രോട്ടോണിന്റെ ചാർജ് 1 എന്നും അല്ലെങ്കിൽ പോസിറ്റീവ് എന്നും ന്യൂട്രോണിന്റെ ചാർജ് ലെസ് ആണെന്നുള്ളതും മനസ്സിലാവും. ഓക്കെ അല്ലേ? അപ്പൊ ഈ കാര്യം ഓക്കെയാണ്. അപ്പൊ ഇലക്ട്രോണുകളെ വീണ്ടും വിഭജിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ആറ്റത്തിലെ മൗലിക കണമായി പരിഗണിക്കുന്നത് ആരെ മാത്രമാണ്? ഇലക്ട്രോണുകളെ മാത്രമാണ്. ഇലക്ട്രോണുകളെ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ആറ്റത്തിലെ മൗലിക കണമായി പരിഗണിക്കുന്നത്. പ്രോട്ടോണും ന്യൂട്രോണും ഉണ്ടാവുന്നത് 3 വീതം ക്വാർക്കുകൾ ചേർന്നാണ്. 3 ക്വാർക്ക് എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെയാ? പ്രോട്ടോൺ 2 അപ്പ് ക്വാർക്കും ഒരു ഡൗൺ ക്വാർക്കും, 3 എണ്ണായില്ലേ? ഇനി ന്യൂട്രോൺ 1 അപ്പ് ക്വാർക്കും 2 ഡൗൺ ക്വാർക്കും, 3 എണ്ണായില്ലേ? അപ്പൊ പ്രോട്ടോണും ന്യൂട്രോണും 3 വീതം ക്വാർക്കുകൾ കൂടി ചേർന്നാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവയെ മൗലിക കണങ്ങളായി പരിഗണിക്കാനായി നമുക്ക് പറ്റൂല. ഇനി നമ്മൾ പറഞ്ഞത് ആറ്റോമിക നമ്പറിനെ കുറിച്ചായിരുന്നു അല്ലെ? ആറ്റോമിക നമ്പർ എന്ന് പറയുമ്പോൾ ഒരു ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം തന്നെയാണ്. പ്രോട്ടോണിന്റെ എണ്ണം തന്നെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണം. അത് തന്നെയാണ് എന്ത്? ആറ്റോമിക നമ്പർ. ആറ്റോമിക് നമ്പറിനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് Z എന്ന് പറയുന്ന ഒരു അക്ഷരം ഉപയോഗിച്ചിട്ടാണ്.
ഓക്കെ, അപ്പൊ ആറ്റത്തിന്റെ ന്യൂക്ലിയസിലെ കണങ്ങൾ ഏതൊക്കെയാണ്? ന്യൂക്ലിയസിലെ കണങ്ങൾ ഏതൊക്കെയാണ്? ന്യൂട്രോണും ഉണ്ട്, പ്രോട്ടോണും ഉണ്ട്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണത്തെ മാസ് നമ്പർ എന്ന് പറയുന്നു. ഒരാറ്റത്തിലെ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും, ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് എന്തുള്ളത്? പ്രോട്ടോണും ഉണ്ട്, ന്യൂട്രോണും ഉണ്ട്. അപ്പൊ ഈ പ്രോട്ടോണിന്റെ എണ്ണവും അതുപോലെ ന്യൂട്രോണിന്റെ എണ്ണവും തമ്മിൽ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? മാസ് നമ്പർ കിട്ടും. മാസ് നമ്പറിനെ എ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, മാസ് നമ്പറിനെ എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണല്ലോ. ആറ്റോമിക നമ്പർ എന്താണ്, മാസ് നമ്പർ എന്താണെന്നുള്ളത് കിട്ടി. നോക്കിയേ, മാസ് നമ്പർ എന്ന് പറയുമ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണവും ന്യൂട്രോണുകളുടെ എണ്ണവും തമ്മിൽ ആഡ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ആറ്റോമിക നമ്പറും ന്യൂട്രോണുകളുടെ എണ്ണവും തമ്മിൽ ആഡ് ചെയ്യുന്നതാണെന്ന് പറയാം. പ്രോട്ടോണുകളുടെ എണ്ണം തന്നെയാണ് എന്ത്? ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പർ ഈക്വൽ ടു പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം. അല്ലെങ്കിൽ ഇനി പ്രോട്ടോണുകളുടെ എണ്ണം തന്നിട്ടില്ല, ആറ്റോമിക നമ്പറാണ് തന്നതെങ്കിലോ പ്രോട്ടോണുകളുടെ എണ്ണം തന്നെയാണ് ആറ്റോമിക നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ മാസ് നമ്പർ ഈക്വൽ ടു ആറ്റോമിക് നമ്പർ പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടെത്താനും കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? ന്യൂട്രോണുകളുടെ എണ്ണം ഈക്വൽ ടു മാസ് നമ്പറിൽ നിന്ന് പ്രോട്ടോണുകളുടെ എണ്ണം കുറയ്ക്കാം. അല്ല എന്നുണ്ടെങ്കിൽ എന്താ? മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക നമ്പർ കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. അപ്പൊ ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ പഠിച്ചു, മാസ് നമ്പർ പഠിച്ചു, ആറ്റോമിക നമ്പർ പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ അടുത്തൊരു ഭാഗത്തേക്ക് പോവാം. ഇനി അപ്പ് ക്വാർക്ക്, ഡൗൺ ക്വാർക്ക്, ഈ കാര്യങ്ങൾ കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ പഠിക്കുക. ഓക്കെ, ഇനി ഒരു ആറ്റത്തെ പ്രതീകം ഉപയോഗിച്ച് പ്രതിനിധാനം ചെയ്യുമ്പോൾ പ്രതീകത്തിന്റെ ഇടതുവശത്ത് മുകളിലും താഴെയുമായി യഥാക്രമം മാസ് നമ്പറും ആറ്റോമിക നമ്പറും എഴുതുന്നു. ഓക്കെ, ഒരു ആറ്റത്തെ സിമ്പൽ ഉപയോഗിച്ച്, പ്രതീകം ഉപയോഗിച്ച് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ മുകളിലായിട്ട് പ്രതീകങ്ങളുടെ ഇടതുവശത്ത് മുകളിലും താഴെയുമായി യഥാക്രമം മാസ് നമ്പറും ആറ്റോമിക നമ്പറും. അപ്പൊ മുകളിൽ കാണുന്നത് എന്താണ്? മുകളിൽ കാണുന്നത് മാസ് നമ്പർ, താഴെ കാണുന്നത് ആറ്റോമിക നമ്പർ. അങ്ങനെ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ തന്നെ എഴുതണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ മുകളിൽ കാണുന്നത് മാസ് നമ്പർ, എ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മാസ് നമ്പറിനെ. ഇവിടെ 35 ആണ് ഇതിന്റെ എന്ത്? മാസ് നമ്പർ ക്ലോറിന്റെ. 17 ആണ് ഇവിടുത്തെ എന്ത്? സെറ്റ് അല്ലെങ്കിൽ ആറ്റോമിക നമ്പർ. ഓക്കെ ആയല്ലോ. ഇനി അടുത്തത് കാൽസ്യത്തിന്റെ കേസ് ആണെങ്കിൽ കാൽസ്യത്തിന്റെ മാസ് നമ്പർ ആണ് 40, ആറ്റോമിക നമ്പർ ആണ് 20. ഇനി ക്ലോറിൻ, കാൽസ്യം എന്നീ ആറ്റങ്ങളിലെ പ്രോട്ടോണുകൾ, ഇലക്ട്രോണുകൾ, ന്യൂട്രോണുകൾ എന്നിവയുടെ എണ്ണം എഴുതുക. പ്രോട്ടോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? ആറ്റോമിക നമ്പറിന് തുല്യമാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ ഈ ക്ലോറിന്റെ കേസിലെ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്? ആറ്റോമിക നമ്പർ ആയിട്ടുള്ള 17. ഓക്കെ, 17 പ്രോട്ടോണുകളാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണുകളുടെ എണ്ണവും എത്ര തന്നെയായിരിക്കും? 17 തന്നെയായിരിക്കും. ഓക്കെ, ഇനി ന്യൂട്രോണിന്റെ എണ്ണം കാണണം. ന്യൂട്രോണിന്റെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? ആറ്റോമിക നമ്പറും അല്ലെങ്കിൽ പ്രോട്ടോണുകളുടെ എണ്ണവും മാസ് നമ്പറും തമ്മിൽ കുറച്ചാൽ മതി. 35 - 17 എത്ര വരും? 18 വരും. 18 ആണ് ക്ലോറിന്റെ ന്യൂട്രോണുകളുടെ എണ്ണം, 18. ഇനി അടുത്തത് കാൽസ്യം. കാൽസ്യത്തിന്റെ പ്രോട്ടോണുകളുടെ എണ്ണം നോക്കിയാൽ നമുക്കറിയാം 20 ആണ്. ഇലക്ട്രോണുകളുടെ എണ്ണവും 20 ആണ്. ന്യൂട്രോണിന്റെ എണ്ണവും ഇവിടെ സെയിം ആണ്. കാരണം എന്താണ്? മാസ് നമ്പർ മൈനസ് ആറ്റോമിക നമ്പർ നമ്മൾ ചെയ്യുമ്പോൾ 40 - 20, 20 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുക. അപ്പൊ ഇവിടെയും നമുക്ക് എന്ത് കിട്ടി? 20 ആൻസർ ആയിട്ട് ലഭിച്ചു. ക്ലിയർ ആണല്ലോ. അടുത്ത ഭാഗം ഹൈഡ്രജൻ. ഹൈഡ്രജന്റെ ആറ്റോമിക നമ്പർ എഴുതണം. ആറ്റോമിക നമ്പർ എത്രയാണ്? 1 ആണ്. ഇതല്ലേ ആറ്റോമിക നമ്പർ? ആറ്റോമിക നമ്പർ 1. മാസ് നമ്പർ മുകളിൽ കൊടുത്തിരിക്കുന്നു, മാസ് നമ്പർ 1. പ്രോട്ടോണുകളുടെ എണ്ണം ഈക്വൽ ടു ആറ്റോമിക നമ്പർ 1. ഇലക്ട്രോണുകളുടെ എണ്ണം ഈക്വൽ ടു പ്രോട്ടോണുകളുടെ എണ്ണം. ഇനി ന്യൂട്രോണിന്റെ എണ്ണം ആണെങ്കിൽ എങ്ങനെയാ? ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? മാസ് നമ്പറും പ്രോട്ടോണുകളുടെ എണ്ണവും തമ്മിൽ കുറയ്ക്കാം. അല്ലെങ്കിൽ മാസ് നമ്പറും ആറ്റോമിക നമ്പറും തമ്മിൽ കുറയ്ക്കാം. രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ 1 - 1 0 എന്ന് ലഭിക്കും. അപ്പോൾ ഹൈഡ്രജനിൽ എന്തില്ല? ന്യൂട്രോൺ ഇല്ല എന്ന് മനസ്സിലായി. അടുത്തത് ലിഥിയം. ലിഥിയത്തിന്റെ കേസിൽ ആറ്റോമിക നമ്പർ 3 ആണ്. മാസ് നമ്പർ 7 ആണ്. മുകളിലുള്ളതല്ലേ മാസ് നമ്പർ? പ്രോട്ടോണുകളുടെ എണ്ണം ഈക്വൽ ടു ആറ്റോമിക നമ്പർ, അപ്പൊ 3. ഇനി ഇലക്ട്രോണുകളുടെ എണ്ണം 3. പ്രോട്ടോണിന്റെ എണ്ണം ഈക്വൽ ടു ഇലക്ട്രോണിന്റെ എണ്ണമാണ്. ഇനി ന്യൂട്രോണിന്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കും? മാസ് നമ്പർ മൈനസ് ആറ്റോമിക നമ്പർ ചെയ്യാം, അല്ലെങ്കിൽ മാസ് നമ്പർ മൈനസ് പ്രോട്ടോണുകളുടെ എണ്ണം ചെയ്യാം. ആൻസർ എത്ര കിട്ടും? 4 എന്ന് കിട്ടും. ഓക്കെ ആണേ, മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഓക്സിജൻ. ഓക്സിജന്റെ കേസിൽ ആറ്റോമിക നമ്പർ 8 ആണ്. മാസ് നമ്പർ മുകളിൽ കൊടുത്തിട്ടുണ്ട്, 16 ആണ്.
പ്രോട്ടോണുകളുടെ എണ്ണം എത്ര വരും? 8 വരും. ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര വരും? 8 തന്നെ. ഓക്കെ. ന്യൂട്രോണുകളുടെ എണ്ണാണെങ്കിലോ രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ 16 മൈനസ് 8 8. ഇനി അടുത്തത് സോഡിയം. സോഡിയത്തിന്റെ ആറ്റോമിക നമ്പർ 11 അല്ലെ. മാസ് നമ്പർ 23. പ്രോട്ടോണുകളുടെ എണ്ണം 11 തന്നെ. പിന്നെ ഇലക്ട്രോണുകളുടെ എണ്ണം 11 തന്നെ. പിന്നെ ന്യൂട്രോണുകളുടെ എണ്ണം 23 മൈനസ് 11 എത്രയാ വരുന്നത്? 12 എന്ന് വരും. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമുക്ക് സിങ്കിന്റെ കാര്യം കൂടി ഒന്ന് നോക്കാം. സിങ്ക് ആറ്റോമിക നമ്പർ 30 ആണ്. മാസ് നമ്പർ ബാക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് നോക്കാം കേട്ടോ, കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. മാസ് നമ്പർ 30 ആണ്. ആറ്റോമിക നമ്പർ 65. ആറ്റോമിക നമ്പർ 65 കിട്ടി. പിന്നെ പ്രോട്ടോണുകളുടെ എണ്ണം 30 തന്നെ. ഇലക്ട്രോണുകളുടെ എണ്ണവും 30 തന്നെ. 30 കുറച്ച് തള്ളിപ്പോയി, കുഴപ്പമില്ലല്ലോ. ഓക്കെ. ഇനി അടുത്തത് ന്യൂട്രോണുകളുടെ എണ്ണം 65 മൈനസ് 30 35 എന്ന് കിട്ടും. ബാക്കിയുള്ളതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കണം കിട്ടുമോ എന്നുള്ളത് കേട്ടോ. അടുത്തത് ഇലക്ട്രോൺ വിന്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. ബോർ ആറ്റം മാതൃക അനുസരിച്ച് ഇലക്ട്രോണുകൾ എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ ഒരു നിശ്ചിത പാതയിൽ സഞ്ചരിക്കുന്നു. ഓർബിറ്റുകൾ എന്നതിനെ പേര് വിളിക്കുന്നു അല്ലെ. 1, 2, 3, 4 എന്നീ ഊർജ്ജ നിലകൾക്ക് യഥാക്രമം ഏതെല്ലാം പ്രതീകമാണ് കൊടുത്തത്? ഏതൊക്കെയാണ്? K, L, M, N അല്ലെ. അവയെ ഷെല്ലുകൾ എന്നും വിളിക്കാം. ഷെല്ലുകളാണെങ്കിൽ നമ്മൾ K, L, M, N എന്ന പേരാണ് കൊടുക്കുന്നത്. ഇനി ഒരാറ്റത്തിലെ ഇലക്ട്രോണുകൾ വിവിധ ഓർബിറ്റുകളിൽ ക്രമീകരിക്കപ്പെടുന്നത് ചില നിയമങ്ങൾ അനുസരിച്ചാണ്. വെറുതെ അങ്ങോട്ട് ഓർബിറ്റലിലോട്ട് ഇലക്ട്രോൺ പോവല്ല, കുറച്ച് നിയമങ്ങൾക്ക് അനുസൃതമായി മാത്രമാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ ആ നിയമങ്ങളാണ് നമ്മൾ ഇനി പഠിക്കാനായിട്ട് പോകുന്നത്. നോക്കാം. ഓർബിറ്റ് നമ്പർ 1. ഓർബിറ്റ് നമ്പർ 1നെ നമുക്ക് K എന്ന പേര് കൊടുക്കാം. ഈ K ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. അതെങ്ങനെ കണ്ടുപിടിക്കും? ഒരു ഇക്വേഷൻ ഉണ്ട്, 2n². 2n². ഈ n എന്ന് പറയുന്നത് ഓർബിറ്റിന്റെ നമ്പർ ആണ്. ഓർബിറ്റ് 1 ആണെങ്കിൽ n1, ഓർബിറ്റ് 2 ആണെങ്കിൽ n2, ഓർബിറ്റ് 3 ആണെങ്കിൽ n3 ആയിരിക്കും. ഓർബിറ്റ് നമ്പർ 4 ആണെങ്കിൽ ഇവിടെ n-ന്റെ വാല്യൂ 4 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ n-ല് ഈ വാല്യൂ ഓർബിറ്റിന്റെ നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഉൾക്കൊള്ളുന്ന ആ ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം ലഭിക്കും. അങ്ങനെ K ഷെല്ലിൽ 2, L-ൽ 8, M-ൽ 18. 2 × 3². ഓക്കെ. അപ്പൊ 9 × 2 18 എന്ന് വരും. ഇനി N ഷെല്ലിലാണെങ്കിലോ 2 × 4². അപ്പൊ 2 × 16 എത്ര വരും? 32 എന്ന് വരും. ഓക്കെ, 32. അപ്പോ K ഷെല്ലിൽ 2, L ഷെല്ലിൽ 8, M ഷെല്ലിൽ 18, N ഷെല്ലിൽ 32 ഇലക്ട്രോണുകളുമായിരിക്കും ഉൾക്കൊള്ളുന്നത്. ക്ലിയർ ആയല്ലോ? അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2n² എന്ന ഇക്വേഷൻ. ഓക്കെ, ഇത് PYQ ആണ് കേട്ടോ. ഇനി അടുത്തൊരു നിയമം. പൊതുവെ താഴ്ന്ന ഊർജ്ജ നിലയിൽ ഉള്ള ഒരു ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ നിറഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഊർജ്ജ നിലയിലുള്ള ഓർബിറ്റിൽ ഇലക്ട്രോൺ പൂരണം നടക്കുകയുള്ളൂ. ആദ്യത്തെ നമ്മൾ പഠിച്ചു 2n². ആ ഒരു ഇക്വേഷൻ അനുസരിച്ചാണ് ഏതൊരു ഓർബിറ്റിലും ഉൾക്കൊള്ളുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടെത്തുന്നത്. പൊതുവെ താഴ്ന്ന ഊർജ്ജ നിലയിലുള്ള ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ അതിൽ ഉൾക്കൊള്ളിച്ചതിന് ശേഷം അല്ലെങ്കിൽ നിറഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഊർജ്ജ നിലയിലുള്ള ഓർബിറ്റിൽ ഇലക്ട്രോൺ പൂരണം നടക്കുകയുള്ളൂ. നെക്സ്റ്റ് പോയിന്റ്. ഏതൊരാറ്റത്തിന്റെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആയിരിക്കും. PYQ ആണ്. ഏതൊരു ആറ്റത്തിന്റെയും ബാഹ്യ ഓർബിറ്റിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8 എന്നാൽ മാത്രമായിരിക്കും അതിന് സ്ഥിരത കൈവരിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഒരാറ്റത്തിന്റെ ഓർബിറ്റുകളിൽ ഇലക്ട്രോണുകൾ നിറയുന്നത് രേഖപ്പെടുത്തുന്നതിനെയാണ് ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. ഓക്കെ. അപ്പൊ ഇലക്ട്രോൺ വിന്യാസം, ഒരാറ്റത്തിന്റെ ഓർബിറ്റിൽ ഇലക്ട്രോൺ നിറയുന്നത് രേഖപ്പെടുത്തുന്നതിനെയാണ് ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. അപ്പൊ ഇനി നോക്കിയേ, ഇവിടെ ഹൈഡ്രജന്റെ ആറ്റോമിക നമ്പർ 1, ഇലക്ട്രോണുകളുടെ എണ്ണം 1 ആണ്. K ഷെല്ലിൽ നിറയാനുള്ളത് മാത്രമേ ഉള്ളൂ അവിടെ അല്ലെ. പിന്നെ ഹീലിയത്തിന്റെ ആറ്റോമിക നമ്പർ 2 ആണ്. അപ്പോ ഇവിടെ ന്യൂക്ലിയസിനകത്ത് ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ഷെല്ല് K ഷെല്ലാണ് ഇതെന്ന് വിചാരിക്കുക. അപ്പൊ ഹൈഡ്രജന്റെ കേസിൽ ഇവിടെ ഒരു ഇലക്ട്രോൺ നിറഞ്ഞു, ഇലക്ട്രോണുകളുടെ എണ്ണം അതോടുകൂടി കഴിഞ്ഞു. ഓക്കെ. ഇനി അടുത്ത ഹീലിയം ആണെങ്കിലോ ഇങ്ങനെ 2 എണ്ണം അല്ലെ, ഇങ്ങനെ 2 എണ്ണം ഫില്ലായി കഴിയുമ്പോൾ ഹീലിയത്തിന്റെ കേസ് കംപ്ലീറ്റ് ആയി. അപ്പൊ ഹീലിയത്തില് 2 ഇലക്ട്രോണുകളുണ്ട്.
കെ ഷെല്ലിലാണ് അത് നിറയുന്നത്. ലിഥിയത്തിൽ മൊത്തം 3 ഇലക്ട്രോണുകളായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഫില്ലായല്ലോ. ഇനി അടുത്തൊരു ഷെല്ലിലാണ് ബാക്കിയുള്ള ഇലക്ട്രോൺ ഫില്ലാവുള്ളൂ ലിഥിയത്തിന്റെ കേസിൽ, അല്ലെ? അപ്പോൾ ലിഥിയത്തിൽ നമുക്ക് ഇവിടെ ഒരെണ്ണം കൊടുക്കാം. ഓക്കെ, അപ്പൊ 3. അപ്പോൾ ക്ലിയർ ആയി, ഓരോന്നിന്റെയും ക്ലിയർ ആയി. ഇനി താഴേക്ക് വരാം. ഇവിടെ നോക്കിയേ, നിയോണിന് 10 ആണ് ആറ്റോമിക നമ്പർ. നിയോണിന്റെ ഇലക്ട്രോണുകളുടെ എണ്ണവും 10 തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ കെ ഷെല്ലിൽ 2 നിറഞ്ഞു, അല്ലെ? ബാക്കി എത്ര എണ്ണം ഉണ്ട്? ബാക്കി ഒരു 8 എണ്ണം കൂടി ഉണ്ട്. ഓക്കെ, 8 വന്നു, ഇവിടെ 8 വന്നു. അതോടുകൂടി നിയോണിന്റെ കംപ്ലീറ്റ് ആയി. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമുക്ക് ക്ലോറിൻ നോക്കാം. ക്ലോറിന്റെ 17 ആണ് ഇലക്ട്രോണുകളുടെ എണ്ണം തന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ആറ്റോമിക നമ്പർ എത്ര തന്നെയായിരിക്കും? 17 തന്നെയായിരിക്കും, ആണല്ലോ. ഇനി കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺ. അപ്പൊ 8 2 10 ബാക്കി എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. അപ്പൊ 7 ആണ് അവസാനത്തെ ഷെല്ലിൽ വന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതുപോലെ നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ഫില്ല് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇപ്പൊ ഇലക്ട്രോണുകൾ നിറയുന്ന രീതിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇനി 1 മുതൽ 18 വരെ ആറ്റോമിക നമ്പറുള്ള മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം മാത്രമേ ഈ രീതി അനുസരിച്ച് കൃത്യമായിട്ട് എഴുതാനായിട്ട് കഴിയുള്ളൂ. ആറ്റോമിക നമ്പർ 18ൽ കൂടുതലുള്ള മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതുന്ന രീതി നമുക്ക് വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ 10th സ്റ്റാൻഡേർഡിലൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇനി ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം, അതിന്റെ ചിത്രീകരണമാണ് തന്നിരിക്കുന്നത്. ഹൈഡ്രജന്റെ കേസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈഡ്രജന് ഒരു പ്രോട്ടോൺ ആണുള്ളത്, അല്ലെ? ന്യൂട്രോണുകളുടെ എണ്ണം എന്താണ്? 0 ആണ്. അപ്പോ ഹൈഡ്രജനിൽ എന്തില്ല? ന്യൂട്രോൺ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 1. ഇനി നോക്കിയേ, ആറ്റോമിക നമ്പർ 5ഉം മാസ് നമ്പർ 11ഉം ഉള്ള ബോറോണിന്റെ ഓർബിറ്റിലെ ഇലക്ട്രോൺ വിന്യാസമാണ് തന്നിരിക്കുന്നത്. എത്രയാണ്? ആറ്റോമിക നമ്പർ 5, അതായത് 5 ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും. മാസ് നമ്പർ 11 ആണ്. പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണവും തമ്മിൽ കൂട്ടുമ്പോൾ 11 കിട്ടും. ഇനി ബോറോണിന്റെ ഓർബിറ്റിൽ എങ്ങനെയാന്ന് പറയുന്നത്? ആദ്യത്തേല് 2 എണ്ണം, ബാക്കി എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം കൂടി ഉണ്ട്, അല്ലെ? മൊത്തം 5 അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ഷെല്ലിൽ ബാക്കി 3 എണ്ണം കൂടി നിറഞ്ഞു. ഓക്കെ അല്ലേ? ക്ലിയർ ആയല്ലോ. ഇനി അലുമിനിയത്തിന്റെ കേസിലേക്ക് വരാം നമുക്ക്. അലുമിനിയത്തിന്റെ കാര്യത്തില് നോക്കിയേ, 13 ആണ് ആറ്റോമിക നമ്പർ, 27 ആണ് മാസ് നമ്പർ വരുന്നത്. വരച്ചു നോക്കുമ്പോൾ പ്രോട്ടോണുകളുടെ എണ്ണം 13. പ്രോട്ടോണുകളുടെ എണ്ണം 13 ആണ്. ഇത് പ്രോട്ടോൺ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. പിന്നെ ന്യൂട്രോണുകളുടെ എണ്ണം ആണെങ്കിൽ എത്ര വരും? 14 വരും. അപ്പൊ ഇത് രണ്ടും കൂടി ഇവിടെ ഇത് ന്യൂക്ലിയസിനുള്ളിൽ ഒരു 13 പ്രോട്ടോണും 14 ന്യൂട്രോണും ഉണ്ട്. ഓക്കെ, ഇനി ബാക്കി 13 ഇലക്ട്രോണുകളെ നമ്മൾ വരയ്ക്കണം. 13 ഇലക്ട്രോണുകളെ വരയ്ക്കാനായിട്ട് ഇതിൽ കുറച്ച് വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്, നിങ്ങൾ എന്തായാലും മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ കെ ഷെല്ലിൽ 2 ഇലക്ട്രോണുകൾ വരച്ചു. ഓക്കെ, കെ ഷെല്ല്. ഇനി എല്ലില് ബാക്കി നമുക്ക് 8 എണ്ണം നിറയ്ക്കാനായിട്ട് പറ്റും. 1 2 3 4 5 6 7 8. ഓക്കെ, ഇനി ബാക്കി ഒരു 3 എണ്ണം കൂടി ഉണ്ടല്ലോ. ആ 3 എണ്ണം കൂടി നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓക്കെ, 3 എണ്ണം കൂടി ഫില്ല് ചെയ്തു. ഈ രീതിയിലായിരിക്കും അലുമിനിയത്തിന്റെ വരിക. ഒരു ആറ്റത്തിന്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതനുസരിച്ച് നമ്മൾ ഈ ഒരു ചിത്രം അനുസരിച്ച് നമ്മൾ ഇതിന്റെ ആറ്റോമിക നമ്പർ എഴുതണം, മാസ് നമ്പർ എഴുതണം, പ്രോട്ടോണിന്റെ എണ്ണം എഴുതണം, ന്യൂട്രോണിന്റെ എണ്ണം എഴുതണം, ഇലക്ട്രോൺ വിന്യാസം കൂടി എഴുതണം. ഓക്കെ, അപ്പൊ 18 പ്രോട്ടോൺ ആണുള്ളത്. അപ്പൊ ആറ്റോമിക നമ്പർ എത്രയാ? 18 ആണ്. ഓക്കെ, ഇനി മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണവും തമ്മിൽ ആഡ് ചെയ്യുന്നതാണ്. അപ്പൊ 18 + 22 40 കിട്ടും, അല്ലെ? ഇനി പ്രോട്ടോണിന്റെ എണ്ണം ഡയറക്റ്റ് നമുക്ക് തന്നിട്ടുണ്ട് 18. ന്യൂട്രോണിന്റെ എണ്ണം എത്രയാണ്? 22. ഇലക്ട്രോൺ വിന്യാസം എഴുതണം. ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് എങ്ങനെയാണ്? 2 കെയില് 2 എല്ലില് 8 10 എണ്ണമായി. ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട്? 8 എണ്ണം ഉണ്ട്. ഓക്കെ, 2 8 8 എന്ന രീതിയിൽ വരും. 2 8 8. ശരിക്കും എന്താണെന്നറിയാം? മൂലകം ആർഗൺ ആണ് കേട്ടോ, ആർഗൺ ആണ്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം. ഐസോടോപ്സ്. ഇനി ഐസോടോപ്പുകളെ കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഐസോടോപ്പ്
ഒരു മൂലകം ഏതാണ് എന്ന് നിശ്ചയിക്കുന്നത് അതിലെ ഏത് സബ് ആറ്റോമിക കണങ്ങളുടെ എണ്ണമാണ്? ഒരു മൂലകം ഏതാണ് എന്ന് നിശ്ചയിക്കുന്നത് അതിലെ ഏത് സബ് ആറ്റോമിക കണങ്ങളുടെ എണ്ണമാണ്? എന്തിന്റെ എണ്ണമാണ്? ന്യൂട്രോണിന്റെ എണ്ണമാണ്. ന്യൂട്രോണിന്റെ എണ്ണം നോക്കിയേ. അപ്പൊ ഇവിടെ ഹൈഡ്രജന്റെ കേസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഹൈഡ്രജനിൽ എന്താണ്? 0 ആണ് അവിടുത്തെ ന്യൂട്രോണിന്റെ എണ്ണം എന്ന്, അല്ലെ? ഹൈഡ്രജന്റെ ആറ്റോമിക നമ്പർ 1, മാസ് നമ്പർ 1. അപ്പോ മാസ് നമ്പർ 1ഉം ആറ്റോമിക നമ്പർ 1ഉമായിട്ടുള്ള ഹൈഡ്രജൻ ആണ് ഇത് പ്രോട്ടിയം എന്ന് പറയുന്നത്. പ്രോട്ടിയം. ഓക്കെ, പ്രോട്ടിയം. ഇനി അടുത്തത് ഡ്യൂറ്റീരിയത്തിന്റെ കേസിലേക്ക് നോക്കാം. ആറ്റോമിക നമ്പർ 1ഉം മാസ് നമ്പർ 2ഉമായിട്ടുള്ളതാണ് ഡ്യൂറ്റീരിയം. ട്രിഷ്യം ആണെങ്കിലോ ആറ്റോമിക നമ്പർ 1ഉം മാസ് നമ്പർ 3ഉമായിട്ടുള്ള ഐസോടോപ്പ് ആണ് ഇത് ട്രിഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, ആ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷ്യം എന്ന 3 ഐസോടോപ്പുകൾ. അതായത് ഇവിടെ ആറ്റോമിക നമ്പർ ഒക്കെ സെയിം ആണ്, അല്ലെ? പ്രോട്ടോണിന്റെ എണ്ണമാണല്ലോ ആറ്റോമിക നമ്പർ. ആറ്റോമിക നമ്പർ 3ലും സെയിം ആണ്. പക്ഷെ മാസ് നമ്പർ എന്താണ്? ഡിഫറെന്റ് ആണ്. പ്രോട്ടോണിന്റെ എണ്ണവും ന്യൂട്രോണിന്റെ എണ്ണവും തമ്മിൽ കൂട്ടുന്നതാണ് മാസ് നമ്പർ. അപ്പൊ ഇവിടെ പ്രോട്ടിയത്തിന്റെ മാസ് നമ്പർ എത്രയാ? 1 ആണ്. ഡ്യൂറ്റീരിയത്തിന്റെ ആണെങ്കിൽ 2 ആണ്. ട്രിഷ്യത്തിന്റെ ആണെങ്കിൽ 3 ആണ്. ഓക്കെ, അപ്പോൾ ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് എന്ത് പറയുക? ഐസോടോപ്പുകൾ എന്ന് പറയുക. മനസ്സിലാവുന്നുണ്ടല്ലോ? ഐസോടോപ്പ് എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ തന്നെ വ്യത്യസ്ത ആറ്റങ്ങളെയാണ് ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ പ്രോട്ടിയത്തിന്റെ കേസ് വരികയാണെങ്കിൽ പ്രോട്ടോണിന്റെ എണ്ണം 1, ന്യൂട്രോണിന്റെ എണ്ണം 0, ഇലക്ട്രോണിന്റെ എണ്ണം 1 ആണ്, ആറ്റോമിക നമ്പർ 1 ആണ്, മാസ് നമ്പറും 1 ആണ്. ഇനി ഡ്യൂറ്റീരിയത്തിന്റെ കേസിൽ വരികയാണെങ്കിൽ എന്താണ്? പ്രോട്ടോൺ 1 ആണ്, ന്യൂട്രോൺ 1 ആണ്, ഇലക്ട്രോൺ 1 ആണ്, ആറ്റോമിക നമ്പർ 1 ആണ്, മാസ് നമ്പർ എന്താണ്? 2, അല്ലെ? പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണമാണ് മാസ് നമ്പർ, സമ്മാണ് മാസ് നമ്പർ. ട്രിഷ്യത്തില് പ്രോട്ടോണിന്റെ എണ്ണം 1 ആണ്, ന്യൂട്രോണിന്റെ എണ്ണം 2 ആണ്, ഇലക്ട്രോൺ 1, ആറ്റോമിക നമ്പർ 1, പക്ഷെ മാസ് നമ്പർ ന്യൂട്രോണിന്റെ എണ്ണവും പ്രോട്ടോണിന്റെ എണ്ണവും തമ്മിൽ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഈ ആറ്റങ്ങളുടെ ആറ്റോമിക നമ്പർ നമ്മൾ 1, 2, 3 എന്ന് കണ്ടെത്തി. ആറ്റോമിക നമ്പർ 1 ഉള്ള മൂലകമാണ് പ്രോട്ടിയം. ഓക്കെ, പ്രോട്ടിയം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജന്റെ എന്താണ്? ആറ്റത്തിന്റെ പേരാണ് പ്രോട്ടിയം എന്നുള്ളത്. അപ്പൊ ഇവ 3 എന്താണ്? ഹൈഡ്രജന്റെ ആറ്റം തന്നെയാണ്. ഈ ആറ്റങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ന്യൂട്രോണിന്റെ എണ്ണത്തിലുള്ള വ്യത്യാസമാണ്. ന്യൂട്രോണിന്റെ എണ്ണത്തിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ മാസ് നമ്പറിലുള്ള വ്യത്യാസം. ഓക്കെ, അപ്പോ ഇതിൽ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം ഏതാണ്? പ്രോട്ടിയം ആണ്. പ്രോട്ടിയത്തിന്റെ ആണ് ഇതില്ലാത്തത്, ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം. അപ്പൊ ഈ ആറ്റങ്ങളൊക്കെ എന്താണ്? ഹൈഡ്രജന്റെ ഐസോടോപ്പാണ്. ഹൈഡ്രജൻ അങ്ങനെ 3 ഐസോടോപ്പുകളാണ് ഉള്ളത്. അവയാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഏതൊക്കെ? പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷ്യം. പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷ്യം. ഇനി ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഐസോടോപ്പുകൾക്ക് പൊതുവെ രാസ സ്വഭാവം ഒരുപോലെയായിരിക്കും. ഐസോടോപ്പുകൾ ഒരേ രാസ സ്വഭാവമാണ് കാണിക്കുന്നതെങ്കിലും ഭൗതിക സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഘനജലം അല്ലെങ്കിൽ ഹെവി വാട്ടർ. എന്താണ് ഹെവി വാട്ടർ? ഹൈഡ്രജന്റെ ഐസോടോപ്പായ ഡ്യൂറ്റീരിയത്തിന്റെ ഓക്സൈഡ് ആണ് ഇത് ഘനജലം എന്ന് പറയുന്നത്. ഘനജലം ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നു. പിന്നെ ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇല്ലാത്ത ആറ്റം ഏതാണ്? പ്രോട്ടിയമാണ്. ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ്? ഡ്യൂറ്റീരിയം ആണ്. ഹൈഡ്രജന്റെ ഐസോടോപ്പായ ഡ്യൂറ്റീരിയത്തിന്റെ ഓക്സൈഡ് ഏതാണ്? ഹെവി വാട്ടർ അല്ലെങ്കിൽ ഘനജലം, D2O. കേട്ടോ, D2O എന്നാണ് അതിന്റെ കെമിക്കൽ ഫോർമുല. D2O, ഹെവി വാട്ടർ, ഡ്യൂറ്റീരിയം ഓക്സൈഡ്. ഹൈഡ്രജന്റെ ഐസോടോപ്പായ ഡ്യൂറ്റീരിയത്തിന്റെ ഓക്സൈഡ് ആണ് ഘനജലം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിക്കാം. പിന്നെ ട്രിഷ്യത്തെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ട്രിഷ്യം എന്താണ്? ഹൈഡ്രജന്റെ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോടോപ്പ് ആണ് ട്രിഷ്യം എന്ന് പറയുന്നത്. കേട്ടോ, ട്രിഷ്യം റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പ് ആണെന്നുള്ളത് ഓർക്കാം. ഇനി കാർബൺ 12, കാർബൺ 13, കാർബൺ 14 ഇതൊക്കെ എന്താണ്? കാർബണിന്റെ പ്രകൃതിദത്ത ഐസോടോപ്പുകളാണ്. പ്രകൃതിദത്ത ഐസോടോപ്പുകൾ. ഇതില് കാർബൺ 12 ആണ് ഏറ്റവും സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായിട്ടുള്ള കാർബണിന്റെ ഐസോടോപ്പ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കാർബണിനും എന്തുണ്ട്? ഐസോടോപ്പുകളുണ്ട്. കാർബണിന്റെ പ്രകൃതിദത്തമായിട്ടുള്ള ഐസോടോപ്പുകളാണ് കാർബൺ 12, 13, 14. ഇതിൽ ഈ 12 ആണ് എന്ത് ചെയ്യുന്നത്? കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്. കേട്ടോ, കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്. കാർബണിന്റെ ആകെ ഐസോടോപ്പുകളിൽ ഏകദേശം 1.1% മാത്രമാണ് കാർബൺ 13. ഇത്
സസ്യങ്ങളിലും ജന്തുക്കളിലും നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ കാർബൺ 14 എന്ന് പറയുന്നത് ഒരു റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പാണ്. അത് ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുവാണേ. ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾക്ക് മാത്രമേ പ്രത്യേക പേരുകൾ നൽകിയിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം. പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷ്യം എന്ന് സെപ്പറേറ്റ് പേര് നൽകിയിട്ടുള്ളൂ. മറ്റേതൊക്കെ നമ്മളിങ്ങനെ ഈ മാസ് നമ്പറിനനുസരിച്ചാണ് ഇങ്ങനെ പേര് പറയുന്നത്. കാർബൺ 12, കാർബൺ 13, കാർബൺ 14 എന്നൊക്കെ. ഇതിൽ കാർബൺ 14 ആണ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്. പിന്നെ എന്താണ് ആകെ ഈ കാർബൺ ഐസോട്ടോപ്പുകളിൽ കാർബൺ 13 ആണ് വളരെ കുറച്ച് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഏകദേശം 1.1% മാത്രമാണ് കാർബൺ 13 എന്ന് പറയുന്നത്. അത് സസ്യങ്ങളിലും ജന്തുക്കളിലും ഒക്കെ നടക്കുന്ന ജീവൽ പ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാനൊക്കെ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോട്ടോപ്പിനെ കുറിച്ച് ചോദ്യം വന്നിട്ടുള്ളതാണ്. കാർബൺ 14 ആണ്. ഇത് റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഐസോട്ടോപ്പാണ്. ഇനി ഇവിടെ ബോക്സിൽ തന്നിട്ടുള്ള ഇത്രയും ഐസോട്ടോപ്പുകൾ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്കതൊന്ന് പരിചയപ്പെട്ടാലോ. അയഡിൻ 131. അയഡിൻ 131 എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും ഒക്കെ ആയിട്ടാണ്. അയഡിൻ 131. അയഡിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തൈറോയിഡായിട്ട് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അയഡിൻ 131 ആണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കും. തൈറോയിഡ്. ഓക്കെ. ഇനി യുറേനിയം 235. യുറേനിയം 235 എന്തിനു വേണ്ടിയിട്ടുള്ളതാ? സമ്പുഷ്ട യുറേനിയം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് അല്ലെ. സമ്പുഷ്ട യുറേനിയം ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. ആണവ നിലയങ്ങളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് യുറേനിയം 235 ആണ്. സമ്പുഷ്ട യുറേനിയം എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇനി കൊബാൾട്ട് 60. കൊബാൾട്ട് 60 ആണെങ്കിൽ ക്യാൻസർ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോഡിയം 24. സോഡിയം 24 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ആൻജിയോഗ്രാം ടെസ്റ്റ്, അതുപോലെ വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താനൊക്കെ സോഡിയം 24 ആണ് ഉപയോഗിക്കുന്നത്. സോഡിയം 24. ഇനി അയൺ 59. അയൺ 59 അനീമിയ നിർണ്ണയിക്കലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, അനീമിയ നിർണ്ണയിക്കാനായിട്ട് അയൺ 59 എന്ന ഐസോട്ടോപ്പാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ ഈ അറ്റ്ലീസ്റ്റ് ഈ ബോക്സിൽ തന്നിരിക്കുന്ന 5 എണ്ണവും ഇത് നമ്മുടെ ഹൈഡ്രജന്റെ 3 എണ്ണവും പിന്നെ കാർബണിന്റെ 3 എണ്ണമാണ് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പൊ അതൊന്ന് പ്രത്യേകമായിട്ട് പഠിക്കുക. അയഡിൻ 131 തൈറോയ്ഡ് ഗ്രന്ഥിയ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കൊക്കെയാണ്. യുറേനിയം 235 സമ്പുഷ്ട യുറേനിയം ആണവ നിലയങ്ങളിലെ ഇന്ധനമായി ഉപയോഗിക്കുന്നു. കൊബാൾട്ട് 60 ക്യാൻസർ ചികിത്സയ്ക്ക്. സോഡിയം 24 വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ വേണ്ടിയിട്ട്, അതുപോലെ ആൻജിയോഗ്രാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അയൺ 59 ആണെങ്കിൽ അനീമിയ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഫോസ്ഫറസ് 32 ഉണ്ട്. ഫോസ്ഫറസ് 32 സ്കിന്ന് അല്ലെങ്കിൽ ബോൺ ക്യാൻസർ ചികിത്സയ്ക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ബ്ലഡ് ക്യാൻസറിന് ഗോൾഡ് 198. ഗോൾഡ് 198 ആണ് ലുക്കീമിയ ചികിത്സ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസറിനൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഐസോട്ടോപ്പ്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പിന്നെ വേറെ ഒരെണ്ണമാണ് PSC മുൻപ് ചോദിച്ചിട്ടുള്ളത്. ഫോസ്ഫറസ് 31ന്റെ കേസ് ചോദിച്ചിട്ടുണ്ട്. അതായത് സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായി ഉപയോഗിക്കുന്നത് ഫോസ്ഫറസ് 31 ആണ്. സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായി ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പാണ് ഫോസ്ഫറസ് 31. അത് മുൻപ് PSC ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഐസോബാറുകളെ കുറിച്ചാണ്. ഐസോബാറുകൾ നോക്കാം. ഇവിടെ ആർഗൺ, പൊട്ടാസ്യം, കാൽസ്യം എന്നീ ആറ്റങ്ങളുടെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നു. ആർഗണിന്റെ തന്നിട്ടുണ്ട്, പിന്നെ പൊട്ടാസ്യം ഉണ്ട്, കാൽസ്യം ഉണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ മൂലകത്തിന്റെയൊക്കെ പ്രോട്ടോൺ, ഇലക്ട്രോൺ, ന്യൂട്രോൺ, ആറ്റോമിക നമ്പർ, മാസ് നമ്പർ ഇതൊക്കെ കണ്ടെത്തി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതൊന്നും ചെയ്യാം. ചിത്രം നോക്കിയിട്ട് അത് ഫില്ല് ചെയ്യുക. എന്നിട്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. അപ്പൊ ആർഗന്റെ പ്രോട്ടോണിന്റെ എണ്ണം 18 ആണ്. അപ്പൊ ഇലക്ട്രോണിന്റെ എണ്ണവും എത്ര തന്നെ? 18 തന്നെ. ഓക്കെ. ഇനി ന്യൂട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? ആറ്റോമിക നമ്പറും മാസ് നമ്പറും തമ്മിൽ മൈനസ് ചെയ്യുന്നതാണ്. ഇവിടെ എത്ര വരും? 40 മൈനസ് 18 22 വരും. ആറ്റോമിക നമ്പർ പ്രോട്ടോണിന്റെ എണ്ണം തന്നെയാണ്. മാസ് നമ്പർ എന്ന് പറയുന്നത് ന്യൂട്രോണിന്റെ എണ്ണം മൈനസ് പ്രോട്ടോണിന്റെ എണ്ണമാണ് ചെയ്യുന്നത്. അല്ല സോറി, മൈനസ് അല്ല പ്ലസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ 40 കിട്ടി. അല്ലെങ്കിൽ ഓൾറെഡി നമുക്ക് കൊടുത്ത് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, 40 കിട്ടി. ഇനി അടുത്തത് പൊട്ടാസ്യം. പൊട്ടാസ്യത്തില് 19 ആണ് പ്രോട്ടോണിന്റെ എണ്ണം. 19 ആണ്. ഇലക്ട്രോണിന്റെ എണ്ണവും 19 തന്നെ. ന്യൂട്രോണിന്റെ എണ്ണം എന്ന് പറയുന്നത് മൈനസ് ചെയ്യണം അല്ലെ. 40 മൈനസ് 19 21 കിട്ടും. 21 കിട്ടും. ഇനി ആറ്റോമിക നമ്പർ 19 തന്നെ. മാസ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 40 ആണ്. ഇനി കാൽസ്യത്തിന്റെ കേസിൽ പ്രോട്ടോൺ 20 ആണെന്ന് തന്നിട്ടുണ്ട്. പ്രോട്ടോൺ 20 ആണ്. അപ്പൊ ഇലക്ട്രോണും എത്ര തന്നെ? 20 തന്നെ. ഇലക്ട്രോണും 20 തന്നെയാണ് വരിക. ന്യൂട്രോണിന്റെ എണ്ണം 40 മൈനസ് 20 ആണ്. 20 കിട്ടും. ആറ്റോമിക നമ്പറും നമുക്ക് എത്ര കിട്ടി?
20 തന്നിട്ടുണ്ട്. പിന്നെ മാസ് നമ്പർ എത്രയാണ്? മാസ് നമ്പർ 40 ആണ്. അപ്പൊ എന്ത് മനസ്സിലായി? ഇവിടെ മാസ് നമ്പർ ആണ് സെയിം ആയിട്ട് വന്നിരിക്കുന്നത് അല്ലെ. ഈ 3 കാര്യങ്ങൾ, 3 മൂലകങ്ങൾ പറഞ്ഞു, ആർഗൺ, സോഡിയം, കാൽസ്യം. മൂന്നിലും മാസ് നമ്പർ 40 ആണ്. അപ്പൊ ഐസോടോപ്പ് എന്ന് പറയുന്നത് എന്താണ്? മൂലകങ്ങളാണ് ഐസോബാറുകൾ. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറുമുള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ. ഐസോടോപ്പ് ഐസോബാർ തമ്മിൽ മാറിപ്പോവാതിരിക്കാൻ മാറിപ്പോകുന്നത് ഒരേ മനസ്സുള്ളവരാണെന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ഇഷ്ടമില്ലാത്തൊരു മാറിപ്പോവില്ലല്ലോ. ഒരേ മനസ്സുള്ളവരാണ് എന്ത് ചെയ്യുക? ബാറിൽ പോവുക. അപ്പോൾ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറും ഉള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഐസോടോപ്പുകൾ എന്തായിരുന്നു? ഐസോടോപ്പ് എന്ന് പറയുന്നത് സെയിം ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോടോപ്പുകൾ. ഐസോബാർ എന്ന് പറയുമ്പോൾ ഒരേ മനസ്സുള്ള ഒരു ബാറിൽ പോകുന്നു. അപ്പൊ എന്താണ്? ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറും ഉള്ളതാണ് ഐസോബാറുകൾ. ഇവ ന്യൂക്ലിയസിലെ ആകെ കണങ്ങളുടെ എണ്ണം, അതായത് പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും കൂടെ എണ്ണം കൂട്ടുന്നത്, അതാണ് ന്യൂക്ലിയസിലെ കണങ്ങളുടെ എണ്ണം. അതിന് തുല്യമായിട്ടുള്ള വ്യത്യസ്ത മൂലക ആറ്റങ്ങളായിരിക്കും. മൂലകങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും, പക്ഷേ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം കൂട്ടുമ്പോൾ സെയിം ആയിരിക്കും. പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ എണ്ണം കൂട്ടുന്നതിനാണ് എന്ത്? മാസ് നമ്പർ എന്ന് പറയുന്നത്. മാസ് നമ്പർ സെയിം ആയിരിക്കും തന്നെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത ആറ്റോമിക നമ്പറും ഉള്ള ആറ്റങ്ങളാണ് ഐസോബാറുകൾ എന്ന് ക്ലിയർ ആയി. ഓക്കെ ആയല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ചാപ്റ്റർ ഇതോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 1-2 ആക്ടിവിറ്റീസ് കൂടി തരാൻ വേണ്ടിയിട്ടാണ്. കാഥോഡ് രശ്മികളുമായി ബന്ധപ്പെട്ട ചില പരീക്ഷണങ്ങളുടെ നിരീക്ഷണങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഓരോ നിരീക്ഷണത്തിന്റെയും അനുമാനം എഴുതുക. ഓക്കെ, കാഥോഡ് രശ്മിയുടെ പാതയിൽ വെച്ച നേർത്ത ഇതളുകളുള്ള ചക്രം കറങ്ങുന്നു. കാഥോഡ് രശ്മികളുടെ പാതയിൽ ഒരു വസ്തു വെച്ചാൽ നിഴലുണ്ടാകുന്നു. കാഥോഡ് രശ്മികളുടെ പാതയ്ക്ക് ലംബമായി ഒരു വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ അത് പോസിറ്റീവ് പ്ലേറ്റിനടുത്തേക്ക് വ്യതിചലിക്കുന്നു. ഈ 3 കാര്യങ്ങളും നമ്മൾ കാഥോഡ് രശ്മികളുടെ സവിശേഷതകൾ, അതായത് കുറച്ച് എക്സ്പെരിമെന്റ്സിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കാഥോഡ് രശ്മികളുടെ സവിശേഷതകൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇത് ഓരോന്നിനുള്ള കാരണങ്ങൾ എന്തായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഓരോന്നിന്റെയും പറഞ്ഞതാണ്. ഇനി ഒരാറ്റത്തിന്റെ ആറ്റോമിക നമ്പർ 16, മാസ് നമ്പർ 32 ആണ്. അങ്ങനെയെങ്കിൽ ഇതിൽ എത്ര ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ എന്നിവ കണ്ടെത്തുക. ഇലക്ട്രോൺ വിന്യാസം എഴുതുക. ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം ഒന്ന് വരച്ചു നോക്കാം. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. ഒരു ആറ്റത്തിലെ KL, M എന്നീ ഷെല്ലുകളിൽ ഇലക്ട്രോണുകൾ ഉണ്ട്. ഈ ഷെല്ലുകളിൽ ഏറ്റവും ഊർജം കൂടിയ ഷെല്ല് ഏതാണ്? നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസിന്റെ അടുത്തുനിന്ന് ദൂരോട്ട് പോകും തോറും ഷെല്ലിന് ഊർജം കൂടി വരും. ഇപ്പൊ KLM എന്നുള്ളതിൽ ഷെല്ലിൽ ഊർജം കൂടുതൽ ഏത് ഷെല്ലിലാണെന്ന് പറയണം. M ഷെല്ലിൽ 3 ഇലക്ട്രോണുകൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ആ ആറ്റത്തിന്റെ ആറ്റോമിക നമ്പർ എഴുതുക. നമുക്കറിയാം Kയില് 2 എണ്ണമാണ്, Lല് 8 എണ്ണമാണ്. അപ്പോ Mല് ബാക്കി 3 എണ്ണമാണ് ഉള്ളതെന്നാ പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നത് എത്രയാണോ അതാണ് അതിന്റെ ആറ്റോമിക നമ്പർ. അറിയാലോ. ഇനി ഈ ആറ്റത്തിലെ ഇലക്ട്രോണുകളുടെ എണ്ണം അപ്പൊ എത്രയായിരിക്കും? ആറ്റോമിക നമ്പറും ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും. അടുത്തത്, ഈ ആറ്റത്തിന്റെ ന്യൂക്ലിയസിൽ 16 ന്യൂട്രോണുകളാണ് ഉള്ളതെങ്കിൽ അതിന്റെ മാസ് നമ്പർ എത്രയാണ്? ഇവിടെ ഇലക്ട്രോണുകളുടെ എണ്ണം നമുക്ക് കിട്ടി, അത് തന്നെയായിരിക്കും പ്രോട്ടോണിന്റെ എണ്ണം. പിന്നെ എന്തുണ്ട്? ന്യൂട്രോണിന്റെ എണ്ണം 16 ആണ്. ഇത് തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ന്യൂക്ലിയസിനകത്തുള്ള ന്യൂട്രോണിന്റെ എണ്ണം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മാസ് നമ്പർ കിട്ടും. പ്രോട്ടോണിന്റെ എണ്ണം അല്ലെങ്കിൽ ഇലക്ട്രോണിന്റെ എണ്ണവും ഈ 16 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മാസ് നമ്പർ കിട്ടും. ഒരു ആറ്റത്തിന്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നു. ഈ ആറ്റത്തിന്റെ മാസ് നമ്പർ എത്രയാണ്? ഇലക്ട്രോൺ വിന്യാസം കൂടി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ ചെയ്ത് നോക്കാം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് വരുന്നത് 5-മത്തെ. ചില മൂലകങ്ങളുടെ പ്രതീകങ്ങൾ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് എന്ത് കണ്ടെത്തണം? നോക്കിയേ, ഐസോടോപ്പുകൾ കണ്ടെത്തണം. ഐസോടോപ്പുകൾ കണ്ടെത്തുക. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ളതാണ് ഐസോടോപ്പുകൾ. അതുപോലെ തന്നെ ഇതിൽ നിന്നും ഒരു ജോഡി ഐസോബാറുകളും തിരഞ്ഞെടുക്കണം. ഐസോബാർ എന്ന് പറയുമ്പോൾ സെയിം മാസ് നമ്പർ ഉള്ളതാണ് ഐസോബാർ. അപ്പൊ അതനുസരിച്ച് ഇതിനുള്ള ആൻസർ കണ്ടെത്തണം. A-B കോളങ്ങളിൽ അനുയോജ്യമായ രീതിയിൽ ചേർത്തെഴുതുക. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്, അതുകൊണ്ടാണ് പറഞ്ഞു പോയത്. ഇതെല്ലാം PSC ഒന്നല്ലെങ്കിൽ മറ്റൊരു ചോദ്യ പേപ്പറിൽ ചോദിച്ചു കണ്ടിട്ടുള്ളതുമാണ്. മാച്ച് ചെയ്യാനാണ് പ്ലം പുഡിംഗ് മാതൃക, സൗരയൂഥ മാതൃക, കനാൽ രശ്മികൾ കണ്ടെത്തിയതാര്, ന്യൂട്രോൺ കണ്ടെത്തിയതാര്. ഓക്കെ, അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കാം. ഇതൊക്കെ നമുക്ക് PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതേപോലെ വരാൻ സാധ്യതകളുണ്ട് അല്ലെ. ഒരു മൂലകത്തിന്റെ ആറ്റോമിക മാസും മാസ് നമ്പറും യഥാക്രമം 15, 31 എന്നിങ്ങനെയാണെങ്കിൽ
ഈ ആറ്റത്തിലെ ബാഹ്യതമ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ബാഹ്യതമ ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് വരുന്ന ഷെല്ലില്ലേ, ആ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. എത്ര ന്യൂട്രോണുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് കണ്ടെത്തണം. ഈ മൂലകത്തിന്റെ ഓർബിറ്റ് ഇലക്ട്രോൺ വിന്യാസം ചിത്രീകരിക്കുക. ഒന്ന് വരച്ചു നോക്കാം കേട്ടോ. അടുത്തത്, ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഒരു മൂലകത്തിന്റെ ഐസോടോപ്പ് ഉപയോഗിക്കുന്നു. ഈ ഐസോടോപ്പ് ഏതാണ്? നമ്മൾ പറഞ്ഞതാണ് അല്ലെ, ഫോസിലുകളുടെ കാലപ്പഴക്കം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഏതാ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഈ മൂലകത്തിന്റെ മറ്റ് രണ്ട് പ്രധാന ഐസോടോപ്പുകൾ ഏതൊക്കെയാണ്? ഓരോ ഐസോടോപ്പിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എഴുതുക. അപ്പൊ എങ്ങനെയാണ് ഈ ഐസോടോപ്പുകൾ ഫോം ചെയ്യുന്നത്? ഐസോടോപ്പ് ഫോം ചെയ്യാനുള്ള കാരണം എന്താണ്? അത് ന്യൂട്രോണുകളിലുള്ള എണ്ണത്തിലെ വ്യത്യാസമാണ്. ഐസോടോപ്പുകൾ തമ്മിൽ ന്യൂട്രോണുകളുടെ എണ്ണത്തിലാണ് വ്യത്യാസം ഉണ്ടാവുക. ഈ ഐസോടോപ്പ് കണ്ടെത്തിയത് ആരാണ്? ഫ്രെഡറിക് സോഡിയാണ് കേട്ടോ. ഫ്രെഡറിക് സോഡിയാണ് ഐസോടോപ്പുകൾ കണ്ടെത്തിയത്. ഹൈഡ്രജന് മാത്രമാണ് ഐസോടോപ്പിന് പേര് കൊടുത്തിട്ടുള്ളത്. ബാക്കിയൊക്കെ അതിന്റെ ആ ഒരു മാസ് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുക. അപ്പൊ കാർബൺ 12, കാർബൺ 13 എന്നൊക്കെ പറയുന്നില്ലേ, അത് മാസ് നമ്പറിന്റെ ബേസിസിലാണ് പറയുന്നത്. പിന്നെ ഹൈഡ്രജന്റെ 3 ഐസോടോപ്പാണ് പ്രോട്ടിയം, ഡ്യൂറ്റീരിയം, ട്രിഷ്യം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. പിന്നെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്ത് വീക്ക്ലി സ്റ്റഡി പ്ലാനും സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസും ഒക്കെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. മെയ് ഓൺവേർഡ്സ് നമ്മുടെ ഒരു പെയ്ഡ് ക്ലാസ്സും കൂടി സ്റ്റാർട്ട് ചെയ്യാണ് LP UPക്ക് വേണ്ടിയിട്ട്. അപ്പോൾ A to Z കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ പഠിച്ചു പോകാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ കേട്ടറ്റിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരികയാണല്ലോ അല്ലേ, അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക്